രണ്ടാമത്തെ മിൽക്ക് ഷേക്ക് ആണെങ്കിൽ നമ്മൾ അതും വ്യത്യസ്തമായൊരു മിൽക്ക് ഷേക്ക് ആയിരിക്കും. അത് കോഫി മിൽക്ക് ഷേക്ക്. ഒരു കൂൾ കോഫി കുടിക്കുന്ന പോലെ തന്നെ ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും അതും നമുക്ക് തയ്യാറാക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഫി മിൽക്ക് ഷേക്ക് ചേരുവകൾ: ബ്ലാക്ക് കോഫി 1 കപ്പ്, പാല് 1/2 ലിറ്റർ, ഫ്രീസറിൽ വെച്ച ഐസ് പോലെ ആക്കിയെടുത്തത്, വാനില ഐസ്ക്രീം 2 വലിയ സ്കൂപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, അലങ്കരിക്കാൻ വിപ്പിംഗ് ക്രീം ആവശ്യാനുസരണം. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ മിൽക്ക് ഷേക്ക് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അതൊരു കോഫി മിൽക്ക് ഷേക്കാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ ആദ്യം ഐസ് പാൽ, ഫ്രോസൺ മിൽക്കാണ്, അതിനെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത്. പിന്നെന്താ, അതിനോടൊപ്പം ഇത് കോഫിയല്ലേ, അപ്പോൾ കോഫിയുടെ ഡിക്കോഷൻ എത്ര വേണം അതനുസരിച്ചിട്ട്. അപ്പോൾ കുറച്ച് കടുപ്പം കൂടുതലാക്കിയിട്ട് ഒരു 1/2 കപ്പ് ആക്കിയാലും മതി, അല്ലെങ്കിൽ ഏതാണ്ടൊരു 1 കപ്പ് വരെ ആകാം. കോഫി, ഇത് ഞാൻ ബ്ലാക്ക് കോഫിയിൽ പഞ്ചസാര ചേർത്തതല്ല, അതുകൊണ്ട് പഞ്ചസാര ചേർത്ത കോഫി ആണെങ്കിൽ പഞ്ചസാര പിന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ എന്തായാലും എങ്കിലും വേണ്ടി വരും, കാര്യം നമ്മൾ പാലിൽ വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഇത് 1/2 ലിറ്റർ പാലുണ്ട്, അതനുസരിച്ചിട്ട് മധുരം. ഇനി വേണ്ടത്, അത് നമുക്ക് രണ്ടാമത് ഒരു ബ്ലെൻഡിങ് കഴിഞ്ഞിട്ട് വാനില ഐസ്ക്രീം. പറ്റുമെങ്കിൽ കോഫി ഐസ്ക്രീം കിട്ടുകയാണെങ്കിൽ അതായാലും നല്ലതായിരിക്കും, കോഫി ഫ്ലേവേർഡ് ഐസ്ക്രീം. ഇനി നമുക്കൊരു ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ 2 വലിയ സ്കൂപ്പ്, ഇപ്പം എൻ്റെ കയ്യിൽ വാനില ഐസ്ക്രീമാണ്, അത് ചേർക്കാം. ആഹാ, ഇത് നല്ല കോഫിയുടെ മണം. ഇത് മോച്ച ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റും കൂടി ഇതിനകത്ത് ചേർത്താൽ ഒരു മോച്ച സ്റ്റൈലാണ്. അപ്പോൾ കോഫി പ്ലസ് ചോക്ലേറ്റ്. അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏറ്റവും മേളായിട്ട് കുറച്ച് വെപ്റ്റ് ക്രീമും കൂടി വെച്ച് അലങ്കരിക്കാം. ഡബിൾ സ്കൂപ്പ് കൊടുക്കുകയാണ് ഞാൻ, കാണാൻ നല്ല ലുക്കായിരിക്കും. അതിൻ്റെ മുകളിൽ നേരത്തെ പോലെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്ന വീണ് പോകുന്ന പോലത്തെ ഒരു ഫോമിൽ തരണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, കുടിക്കാൻ കൊടുക്കുമ്പോൾ സന്തോഷമായിരിക്കും. അതിനോടൊപ്പം ഒരു സ്ട്രോയും കൂടി വയ്ക്കും. പെർഫെക്റ്റ്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഇത് നമ്മുടെ കോഫി മിൽക്ക് ഷേക്ക് റെഡി. അങ്ങനെ നമ്മുടെ കോഫി മിൽക്ക് ഷേക്ക് റെഡി. ഇതെന്താ വേണ്ടത്? ഇങ്ങനെ കുടിച്ചാൽ മതി, വേറൊന്നും വേണ്ട. അപ്പോൾ താഴേന്ന് ഇങ്ങനെ കുടിച്ച് വരുമ്പോൾ, എന്നിട്ട് നമ്മളൊരു സ്പൂണും കൂടി വെച്ചിട്ട് ഈ ക്രീം താഴോട്ട് വരും, എന്നാൽ അതും കൂടെ മിക്സ് ചെയ്തിട്ടും കഴിക്കുക. ആഹാ, എന്തൊരു സ്വാദായിരിക്കും. ഈ ചുവണത്ത മിൽക്ക് ഷേക്ക്സ് ഈ രീതിയിൽ കഴിക്കാൻ പറ്റിയാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ